ഈശ്വരൻ എന്ന സങ്കല്പം ആരംഭിച്ച കാലം മുതൽ നിരീശ്വരവാദവും പ്രബലമായുണ്ട്. ഈശ്വരൻ എന്നത് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന പരമാത്മാവ് എന്ന ശക്തിവിശേഷണമായാണ് ഭാരതീയ തത്വചിന്തകർ വ്യാഖ്യാനിക്കുന്നത്. അതിനാൽ ഈശ്വരൻ എന്ന പ്രയോഗത്തിനു പകരം പ്രപഞ്ചശക്തി എന്ന് തന്നെ പറയുകയാണെങ്കിൽ നിരീശ്വരവാദം കൊണ്ട് ഇതിനെ ഖണ്ഡിക്കാനാകുമായിരുന്നില്ല. ശക്തി അഥവാ എനർജിയാണ് പ്രപഞ്ചത്തിലെ സകല പ്രവർത്തനത്തിനും ആധാരം എന്ന് പറഞ്ഞാൽ ഏത് ശാസ്ത്രത്തിനാണ് അതിനെ നിഷേധിക്കാനാവുക? നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ദൈവമെങ്കിൽ ആ ശക്തിയെയാണ് പ്രാർത്ഥനയിലൂടെ ഉണർത്തേണ്ടത്. അവിടെ തൻ്റെ പരിമിതികൾ നിരത്തി കരഞ്ഞാൽ പോരാ. ദൈവമേ, നീ കൂടെയുള്ളതിനാൽ എനിക്ക് കഴിയും എന്ന ചിന്തയാണ് വേണ്ടത്. ആത്മവിശ്വാസം എത്രയുണ്ടോ ഈശ്വരവിശ്വാസവും അത്രയുണ്ടാകണം. അതനുസരിച്ചാവും ഫലസിദ്ധി. ഇനി നമുക്ക് സന്ധ്യാനാമം കേൾക്കാം. शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं प्रणतोऽस्मि सदा शिवं प्रणतोऽस्मि सदा शिवं प्रणतोऽस्मि सदा महादेव मनोहर महामन्त्रदीप प्रभो महामाया भगवती प्रिया निन्ने तोळुन्ने महादेव